പ്ലാസ്റ്റിക്കിൻ്റെ പാമ്പുണ്ട്. തമിഴ് സെലക്ട് ചെയ്താൽ അവൾ തമിഴ് തന്നെ ആയിരിക്കും ഫുള്ള് സംസാരിക്കുക. തമിഴ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും. ഇത് അവിടെ പോയിട്ട് ഇത് പറയണം, ഈ മൈക്കിൽ ഇത് കേൾക്കണം. അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ. இந்த இடம் அழகா இருக்கு. இந்த இடம் ரொம்ப அழகா இருக்கு. அழகா இருக்கு. ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, മോളൂന് നമ്മളൊരു ബർത്ത്ഡേ ചെറിയൊരു ചാലഞ്ച്, ചെറിയൊരു സർപ്രൈസ് പരിപാടി കൊടുക്കാൻ പോവാണ്. ഗിഫ്റ്റ് ട്രിപ്പ്. ഇങ്ങനെ 2 ഓപ്ഷൻസ് ഞാൻ അവൾക്ക് കൊടുക്കും. എന്നിട്ട് അവളോട് ഇതിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഓക്കെ, അവൾക്ക് കാണാത്ത രീതിയിൽ അവൾ ഓപ്പോസിറ്റ് നിർത്തിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി പറയും. അവൾ ഗിഫ്റ്റാണ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റുമ്പോൾ പരിപാടി തീരും. ട്രിപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവളൊരു ട്രിപ്പ് കൊണ്ടുപോകാൻ പോവാണ്. അതിൽ ട്രിപ്പിൽ ഞാനിപ്പോൾ തൽക്കാലം 2 ഓപ്ഷൻസ് വെച്ചിട്ടുള്ളത് കാലിക്കറ്റും ഊട്ടിയുമാണ്. അവൾക്ക് ഇതിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല, ഞാൻ ഇങ്ങനെ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവളങ്ങോട്ട് വിളിച്ചിട്ട് അവൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഓള് കാര്യായിട്ട് തുടങ്ങി. ഗൈസ്, ഗിഫ്റ്റ് വലിച്ചെറിഞ്ഞു. നിക്ക് അവിടെ ഇരിക്ക്. എനിക്ക് ബർത്ത്ഡേക്ക് 2 ഓപ്ഷനാണുള്ളത്. 2 പേപ്പർ തരും. അതില് ഇജ ഒന്ന് സെലക്ട് ചെയ്യണം. അതിലുള്ള സംഭവമായിരിക്കും എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടാൻ പോണത്. ഓക്കെ, 2-1 2-1 2-1 ഇതില് 2 പേപ്പർ. എനിക്ക് നെതിലടിച്ച് കാണുന്നുണ്ടാ? ഇത് അങ്ങനെ തുറച്ച് നോക്കണ്ട കൂടുതല്. ഓക്കെ, സെലക്ട് ചെയ്തോ. മറ്റേതെന്തായിരിക്കും ഗസ് ചെയ്യ്. ഗിഫ്റ്റ് ആയിരുന്നു. ഗിഫ്റ്റ് ഇല്ല, ട്രിപ്പ് ആണ്ടായിരിക്കും. ഔട്ട് ഓഫ് കേരള ഉണ്ട്, ഔട്ട് ഓഫ് കേരള ഉണ്ട്, കേരള ഉണ്ട്. 2 ഓപ്ഷൻ ഉണ്ട്. അതില് എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റുമോ? അല്ല, അതും ഇതേപോലെ ഞാൻ പേപ്പർ വരും, അതിന് സെലക്ട് വിചാരിച്ചിരുന്നോ? ഔട്ട് ഓഫ് കേരള അറിയുമ്പോ ഔട്ട് ഓഫ് കേരള അറിയുമ്പോ ഔട്ട് ഓഫ് കേരള. ഔട്ട് ഓഫ് കേരള മതി. ഞാൻ 2 പേപ്പർ വരും. ഓക്കെ, ഞാൻ ഇനി പേപ്പർ വരുമ്പോ കാണാം. എന്തായാലും കൊണ്ടുപോല ആടി, ഉറപ്പല്ലേ? പിന്നെ വെറുതെ വിചാരിച്ചാ? അന്നൊക്കെ തീരെ വിശ്വാസമില്ല. ചേട്ടൻ തുറച്ച് നോക്കണം വേഗം. ഔട്ട് ഓഫ് കേരള മതി. ആ അജി എടുക്കേ. നോക്കി വേഗം നിർത്തത്. എപ്പഴാ പോണേ? ഇവിടെ ഫാദിക്കും അമിക്കൊന്നും അറിയില്ല പോണത്. ഫാദിക്ക് അറിയാം, അമിക്ക് അറിയില്ല പോണത്. നാളെ രാവിലെ ഓനെ അറിയില്ല. ഓനൊക്കെ ഇപ്പൊ ഉറങ്ങിയിരിക്കണേ. ഏകദേശം ഇപ്പൊ സമയം 11 മണിയായി. അപ്പൊ രാവിലെ വിളിച്ചോണത്തിട്ട് കൊണ്ടുപോകണം. എടാ, എണീക്ക്, ഊട്ടി പോവാണ്. അപ്പ ആനെ മോളു ഫജു ഇജി ഫാദി പൊട്ട എണീക്ക്, കാര്യമായിട്ട് പറയാണ്. ഗൈസ്, അങ്ങനെ ഞങ്ങള് ഇറങ്ങാൻ പോവാണ്. ഓട്ടിക്കാം. നമ്മളിനി നേരെ പോണത് ഫാദിനെയും ഫജുവിനെയും എടുക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മള് ഈ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് അവിടുത്തെ വണ്ടി എടുത്തിട്ടാണ് പോണത്. കാരണം അത് CNG ആണ്. CNG നമുക്ക് പൈസ ലാഭിക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ താത്താൻ്റെ വീട്ടിലെത്തി. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ഇവിടെ എപ്പോഴും മയിലും ഒക്കെ ഉണ്ടാവില്ല. 2-3 ഉണ്ടാ കണ്ടാ. ഗൈസ്, നമ്മളെ ഷെഫ് ഇവിടെ പഫ്സ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ പഫ്സ് റെഡി ആയിട്ടില്ല. ഇതെന്താ അതില് പൊരിയണത്? സമൂസ. ഫാദി ചെന്തിരിക്കണേ? വേ നോക്ക്, എത്ര നേരായി.
അതാ എണീറ്റ് ആ പിന്നെ പിള്ള സ്ഥലമില്ലാതെ ഇജ്ജ് വേഗം നോക്ക്. ഇതാ ടാറ്റാ. ഇവിടെ ബ്ലോഗർ ഫാദി ഷൂട്ട് തുടങ്ങാണ്. ഹലോ ഗൈസ്, അപ്പൊ നമ്മളെ യൂട്യൂബർ ഫാസിലിന്റെ കൂടെ ഊട്ടിക്കോ ട്രിപ്പ്. യൂട്യൂബർ ഫാസിലിന്റെ പൊട്ടവണ്ടി 8 ദിവസം കാടായതുകൊണ്ട് ഞങ്ങളെ കാറിലാണ് പോണത്. പുതിയ മോഡല് പ്രൊഫഷണൽ ബ്ലോഗർ. അങ്ങനെ നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വണ്ടി ഓടിക്കുന്നത് ഫജർ മുഹമ്മദ് MP വിളഞ്ഞി പുലാക്കൽ. പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ യാത്രനെ കുറിച്ചിട്ട്? 2 വാക്ക്. എന്തേലും അത്രേ ഉള്ളൂ. വേറെ യാത്രനെ കുറിച്ചിട്ട് വേറൊന്നും പറയാനില്ല. യാത്ര പോണെന്നറിയോ? അതെനിക്കറിയോ? പറഞ്ഞ എന്തിനാ? സന്തോഷം. അത് ഉറക്കനെ പറഞ്ഞ ഓൾക്കറിയാ. പതുക്കെ പറയണേ മോളുന്റെ ബർത്ത്ഡേ എന്നൊക്കെ. മോളുവിന്റെ ബർത്ത്ഡേക്കല്ല, അതൊക്കെ അറിയാം. ഇനി അമ്മി, താങ്കൾക്ക് 2 വാക്ക് പറയാനുള്ളത് എന്താണ്? പറയൂ. പാട്ടിടാതെ എന്ത് ടൂറാണ്. പാട്ടൊക്കെ വരും. പാട്ട് നമ്മൾ സംസാരം കഴിഞ്ഞിട്ട് പാട്ട് വരും. അതിന്റെ മുന്നേ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നല്ല വിശക്കുണ്ട്. നിങ്ങൾക്ക് രണ്ടാക്കി ഈ വിശപ്പും വീഴ്ചേരനെ അതിനെ പറ്റിട്ട് മാത്രമേ ഇവർക്ക് രണ്ടാക്കും വിചാരമുള്ളൂ. ഇക്ക് നഷ്ടമൊന്നുണ്ടല്ലോ, ഒരു ക്രിക്കറ്റ് ബാറ്റിന്റെ ഒരു സെറ്റ് മാത്രം മേടിച്ചതാ. നമ്മള് മറ്റേ സ്റ്റേഡിയത്തിക്കല്ലേ പോണത്, ഊട്ടിക്കാണ് ക്രിക്കറ്റ് കളിക്കാനല്ലേ പോണത്. അത് നമുക്കുണ്ടല്ലോ അവിടെ ഊട്ടിത്തെ തേയിലത്തോട്ടത്തിൽ. നിനക്ക് എന്താ ഫുട്ബോളോ? ഉണ്ടാവും. ഞാനൊരു ഇവന് ഇന്നലെ രാത്രി ഞാൻ കൊറേ പ്രാവശ്യം ചോദിച്ചു ശരിക്കും പറയുന്നതാണ് ഇപ്പൊ. അപ്പൊ അവൻ പറഞ്ഞ് എല്ലടി ശരിക്കും കൊണ്ടുപോകുന്നേ. അപ്പൊ എന്നിട്ട് ഇന്നലെ ഉറങ്ങാൻ കിടന്നപ്പോ ഇങ്ങനെ തോന്നാ ഞാൻ കൊണ്ടുപോകൂലേ. എന്നിട്ട് ഇതന്നെ ഇങ്ങനെ ആലോചിക്ക. അപ്പൊ ഞാൻ വിചാരിച്ച് രാത്രി അല്ല സാറേ രാവിലെ വിളിച്ചപ്പോഴല്ല എനിക്ക് ഉറപ്പായത്. രാവിലെ വിളിച്ചപ്പോഴേക്ക് ഉറപ്പില്ല ഇതല്ലേ. ഞങ്ങളൊക്കെ സിഗ്മ അല്ലേ? സിഗ്മ സിഗ്മ ബോയ് സിഗ്മ ബോയ് സിഗ്മ സിഗ്മ ബോയ് സിഗ്മ ബോയ് സിഗ്മ ബോയ്. എടി എന്തൊക്കെയാണ് എന്റെ എക്സ്പെക്ടേഷൻസ് ഈ ട്രിപ്പില്? നമ്മളെല്ലാരും ഫസ്റ്റ് ടൈം അല്ലേ ട്രിപ്പ് പോണത്? ആണ്. ഞങ്ങൾ ഈ ട്രിപ്പിന് വേറെ പ്രത്യേകത ഉണ്ട്. ഞങ്ങള് 5 ആളും കൂടി ഒരുമിച്ച് ആദ്യമായിട്ടാണ് ട്രിപ്പ് പോണത്. നമ്മൾ അത്യാവശ്യം ലേറ്റ് ആയിക്കണം കേട്ടോ. ഇപ്പൊ തന്നെ 10 മണി ആയി. നമ്മള് ഫസ്റ്റ് പോണത് പൈക്കര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അത് ഊട്ടി എത്തുന്നതിന്റെ ഒരു 20 കിലോമീറ്റർ മുന്നെയാണ്. ഇവനാണ് നേരെ വഹിച്ചിരിക്കുന്നത്. ഇവന് ഞാൻ കേറിയപ്പോ പെരീക്ക് എത്തിയപ്പോ ബാത്റൂമിൽ നിന്നിട്ട് ലേറ്റ് ആവുകയാണെങ്കിൽ ഒക്കെ എല്ലാരും കൂടെ അന്നേരിക്കും പൊങ്കാലിടലിട്ടാ. പൊങ്കാല എന്താ എനിക്ക് കാണിച്ചതാ. ലേറ്റ് ആവട്ടെ. പൊറോട്ടയും മീൻകറിയും രസമുണ്ട്. പക്ഷെ ഉമ്മ ഉണ്ടാക്കണ നമുക്ക് എത്തിയിട്ടില്ല. ഞങ്ങളിപ്പോ നാടുകാണി ചുരം കേറിങ്ങോണ്ട് നിൽക്കാണ്. എടാ പിന്നെ ഇവിടെ ആന ഇറങ്ങലുണ്ട് ഇടക്ക് കേട്ടോ. ഇവിടെ ആനമേഖല എന്നൊക്കെ പറഞ്ഞിന്. നമ്മളിപ്പോ റോഡിന്റെ മുന്നേക്ക് ആന ഇറങ്ങുകയാണെങ്കിൽ ഇപ്പൊ എന്താ ചെയ്യാനാ ഞാൻ ആലോചിക്കുന്നത്? ആനന്റെ തുമ്പിക്കൈന്റെ ഉള്ളിലുണ്ടല്ലോ മോളുവിന്റെ ലിപ്സ്റ്റിക് ഉണ്ട് തേച്ച്. അപ്പൊ എന്നാ ലിപ്സ്റ്റിക് കൈ ഓടിച്ച് ട്രിപ്പ് ആന വരാൻ ചാൻസ് ഉണ്ട്. കാട് ഭയങ്കര കാടായി തുടങ്ങി. ഈ മേലക്കൂടി ഇങ്ങോട്ട് ചാടും. ഈ മേലക്കൂടി ഇങ്ങോട്ട് ചാടും താഴത്തേക്ക്. ഈ മേലക്കൂടി ഇതിമൊക്കെ പിടിച്ചിട്ട് വരും. പുലി, സിംഹം, കടുവ ഒക്കെ ഇറങ്ങും ഇവിടെ. സിംഹമൊന്നുമില്ല, തള്ളു. എടാ പൊട്ട ആട് നോക്ക്. പിന്നെ എന്താണ് കാട്ടിൽ ഇതൊക്കെ ഉണ്ടാവൂലേ? ഒരു കാടാവുമ്പോ പന്നി, കുറുക്കൻ, വേട്ടവളി എന്നെല്ലാം ഉണ്ടാവും. വേട്ടവളി തന്നെ അറിയില്ല? ഒന്നാമത്തെ വേട്ടവളയാണ് ഇജാണ്. പിന്നെ വേട്ടവളയും കാട്ടിന് കിട്ടിയാ ഇല്ല ചോദിച്ചു വാങ്ങിച്ചു. എന്തായാലും കാലം ഇഷ്ടായിട്ടോ. എന്ത് ഫാദിയ? എടാ അന്ന് നിങ്ങള് പോയപ്പോ മറ്റേ സിംഹത്തിനെ കണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ? കണ്ണ് ചിമ്മിയത് ആരും കണ്ടിട്ടില്ല. കണ്ണപ്പ ചിമ്മിയാന് കണ്ണ് ചിമ്മിട്ടില്ല. പൊടി കാണുമ്പോ മാത്രം കണ്ണും ചെയ്താ.
മേലക്ക് കണ്ടില്ലേ? പക്ഷെ അതെങ്ങനെ വരികയെന്ന് പറയും. അവിടെ ഇങ്ങോട്ട് ചാടോടാ. ചാടാൻ ആനെന്താ ലോങ് ജമ്പിന് പോകുന്നുണ്ടോ? പക്ഷെ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ഇത് ഉൾക്കാട്ടിലേക്കാരം. ഇന്ന് ചിലപ്പോ ഇവിടെ സിമ്മൊന്നും വേറെ സിമ്മങ്ങളൊന്നും ഇറങ്ങൂല. കാരണം ഞാൻ ഇവിടെ ഒരു സിമ്മ ഇരിക്കണില്ല. ഇന്ന് ഒരു കാട്ടിലൊരു സിമ്മല്ലേ ഉണ്ടാവുള്ളൂ. താങ്ക് യു. എടാ മോളൂന് കുറച്ച് പണികൾ കൊടുക്കണ്ടേ ബർത്ത്ഡേ ആയിട്ട്? എന്തൊക്കെയാ പണികളാ കൊടുക്ക? നമുക്ക് ഈ കാട്ടിൽ കണ്ടിട്ടല്ല ആന തിന്നോളൂ. ഓള ആനക്കൊന്നും വേണ്ടിയില്ല. ആന അത്രക്കും നാറ്റാണ് കൊളിച്ചൂല. ഹിന്ദിയിൽ എഴുതിയത് ആക്സിഡന്റ് സോൺ. അപ്പൊ ഇത് തമിഴ്നാട് ബോർഡർ എത്തിയാ? തമിഴ്നാട് ബോർഡറും സിമ്മും തമ്മിൽ എന്താ ബന്ധം? അതപ്പൊ ഹിന്ദിയിൽ എഴുതിക്കണേ. തമിഴ്നാട്ടില് ഇന്ത്യ, തമിഴ്നാട്ടില് തമിഴ്. പുലി വന്നാ നമ്മൾ എന്ത് ചെയ്യും? പുലി വന്നാൽ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് കൊടുക്കും. മേക്കപ്പ് ആർട്ടിസ്റ്റാ പുലിക്കും ആനക്കൊക്കെ. അങ്ങനെ മോള് വന്നാണ്ട് അവർക്ക് എന്നിട്ട് പ്രണയത്തിലാവും. എന്നിട്ട് അന്റെ ടീച്ചർ ഒന്നും കാണുന്നുണ്ട് കേട്ടാ. ടീച്ചർ തീരെ ശരിയാ. എടാ അവിടെ കണ്ടില്ല, പൈപ്പ് കണ്ടില്ല വെള്ളം വരുന്നത്. അതിനടുത്തൊരു ബോർഡും എഴുതിയുണ്ട് ഹിന്ദിയില്, ഫാസിൽ ആനക്ക യൂറിൻ അഗയ കേന്ദ്രന്ന്. അങ്ങനെ പറഞ്ഞാല് ആനന്റെ മൂത്രം വരുന്ന കാര്യം പറയട്ടാ. പടച്ച റബ്ബ് നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലേ? ഇല്ല, ഇജെന്നോ ഇന്നെ പറ്റിച്ചിട്ട് ഫാദീനെ കേക്ക് കുറിച്ചാണ് അന്നോടക്ക് പറഞ്ഞത്. എന്താ ഇജ് പറയണ എല്ലായിടത്തും നാലക്കെന്താ മൂത്രപണിയാ? ഒറ്റ ആനല്ലല്ലോ കാട്ടില്, എത്രങ്ങാനൊരു ആന ഉണ്ട് അറിയോ? നമുക്കുണ്ടല്ലോ മറ്റേ പാട്ടിട്ട് കൊടുക്കാം, ചുട്ട മല്ലി ചുട്ട സണി. അപ്പൊ ആന ഡാൻസ് കളിച്ചും. കൊരങ്ങ ഡാൻസ് കളിക്കണ്ട, അപ്പൊ ആന എന്തായാലും കളിക്കും. അത് കൊരങ്ങനെ കൊരങ്ങനെ പറഞ്ഞു. നിന്റെ കടക്കോടല്ലേ മച്ചന്മാരെ? യെസ്, അമീന്റെ കട ഉണ്ട് ഇവിടെ, കാണിച്ചുതരാം. നമ്മളിതാ ഓൾമോസ്റ്റ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നല്ല വ്യൂ ഉണ്ട്, നല്ല ബാഗൊക്കെ ഞങ്ങളെന്നെ പോയിരിക്കും. നമ്മൾ ലൊക്കേഷനിൽ എത്തി, പൈക്കര വാട്ടർഫാൾസ് എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ ഒടുക്കത്തെ വെയിലാണ്. മക്കളെ എങ്ങനെയുണ്ടാ? ചൂടുണ്ട് തണുപ്പുണ്ട്. ശ്വാസം വലിച്ചുമ്പോ തണുപ്പ്, നടക്കുമ്പോ ചൂട്, ശ്വാസം വിടുമ്പോ ചൂടും. അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളെ മോളൂന് ഒരു ചലഞ്ചാണ്. 2 ഓപ്ഷൻ തരും. ഇത് പിടിക്ക്. 2 പേപ്പർ തരും. ഇന്നലത്തെ പേപ്പറോടെ കഴിഞ്ഞില്ലേ? ഇല്ല, ഇനി പേപ്പറിന്റെ പൂരാണ് ഇവിടുന്ന് അങ്ങോട്ട്. പേപ്പർ 2 തരും. ഒന്നില് മലയാളം, ഒന്നില് തമിഴായിരിക്കും. തമിഴ് വായിക്കാറില്ല. അങ്ങനല്ല, മലയാളത്തിലും ഇംഗ്ലീഷിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അതിൽ തമിഴാണ് എടുത്തിക്കണെന്നുണ്ടെങ്കിൽ തമിഴില് മട്ടും താ പേസണം. അത് അടുത്ത കാർഡ് കിടക്കും വരെ തമിഴില് മട്ടും താ പേസണം. വേറെ മലയാളം സൊല്ലവേ കൂടാതെ. ഓക്കെ, റെഡി അല്ലേ? മലയാളം സെലക്ട് ചെയ്താൽ പിന്നെ അവൾക്ക് നോർമലി സംസാരിക്കാം. തമിഴ് സെലക്ട് ചെയ്താൽ അവള് തമിഴ് തന്നെ ആയിരിക്കും ഫുള്ള് സംസാരിക്കുക. തമിഴ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പണിഷ്മെന്റ് കൊടുക്കും. തമിഴ് നല്ല പേസും. തമിഴ് അപ്പോ തമിഴ് നിക്ക് വെയിറ്റ് ആക്കി കുറച്ചും കൂടെ അടുത്ത് വെക്ക്. എന്താണ് ഇജ്ജ് നോക്കണത്? പക്ഷെ എനിക്ക് തമിഴ് ഞാൻ നോക്ക്. ഒരു മിനിറ്റ്. ആ പേപ്പറിൽ എന്താ? പേപ്പറില് ഇജാണേ ഈ പേപ്പറിൽ മലയാളം. എന്താണ് എനിക്കൊരു സംശയം, ഞങ്ങൾ അങ്ങനെ ചെയ്യോ? അങ്ങനൊക്കെയാണ്. നമ്മളവൾക്ക് തീരെ വിശ്വാസമില്ല. നമ്മള് മലയാളം തമിഴ് അല്ലാണ്ട് നമ്മൾക്ക് തമിഴ് കൊടുക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ അപ്പൊ നമ്മള് ഇനി ഇങ്ങ നിന്ന് நீங்க தமிழ் மட்டும் பேசணும். ஆனா தமிழ் எல்லாமே வேற பாஷை பேசினா உங்களுக்கு ரொம்ப பனிஷ்மெண்ட் கிடைக்கும். ஓகே, எப்ப நாங்க இங்க அது அடுத்த கார்டு கிட்டும் வரை நீங்க
ഹിന്ദ തമിഴ് തമിഴ് മാത്രം. അപ്പൊ വാങ്ങോ ഓ വാങ്ങോ അപ്പൊ വാങ്ങോ പോങ്ക என்ன நீங்க என்ன சொன்ன நான் அப்படி வந்து സട്ടിൽ പോട് அந்த മൈക്ക് ഞാൻ സോള് അത് കവർ ആവും ഞാൻ ഇതിനാ തമിഴാണ് ഞാൻ മലയാളം പറയുള്ളൂ ശരി ഞാൻ എന്താ പൊട്ടനാ എന്നടാ സൊന്നേ അല്ല എന്താടാ പറഞ്ഞേ ഞാൻ ഇനിമേ ഒന്നുമേ മുണ്ടില്ല ആ അത് 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 നടക്കമാട്ടെ ഇവള് ഇനി മലയാളം സംസാരിച്ച ഇവൾക്ക് എന്ത് പണിഷ്മെന്റ് കൊടുക്കണ്ടി ഇവിടെ ഞങ്ങള് ഒരു ദിവസത്തെ വീട്ടിൽ നിന്ന് പുറത്താവും. അതല്ല ഇവിടെ ആൾക്കാർ വെറൈറ്റി ഇവിടെ ആരെങ്കിലും ആൾക്കാരെങ്കിലും ഇല്ലേ? ഓരോട് നമസ്തേ ആ ഓരോട് തമിഴില് പോയിട്ട് സംസാരിക്കേണ്ടി വരും കേട്ടാ ഓക്കെ അങ്ങനെ അങ്ങനെ ഓക്കെ ഓക്കെ തമിഴ് അതായത് ഇജി ഇനി മലയാളം സംസാരിച്ചു കഴിഞ്ഞാല് അപ്പൊ എന്ത് ചെയ്യണം എന്നറിയാം ഞങ്ങള് പറയണ പോലെ ആൾക്കാരോട് പോയി പറയേണ്ടി വരും തമിഴില് പോയി പറയേണ്ടി വരും ഓക്കെ തമിഴ് സംസാരിച്ച അതെന്തും ആവട്ടാ അതെന്തും ആവട്ടാ എടുക്കുമാ അതെന്തും ആവട്ടാ ഞങ്ങള് പറയണത് ആളോട് പോയി പറയേണ്ടി വരും ഓക്കെ നല്ല ജോളിയായിരിക്കും ഇന്ന ചാലഞ്ച് എനിക്ക് ரொம்ப പിടിച്ചാച്ച് എനിക്ക് ഒട്ടുമേ പിടിക്കില്ല ആദി നിങ്ങൾക്ക് പിടിച്ചിയാ എന്തിനാ തമിഴ് അറിയുന്നത്? സോറി എനിക്ക് പിടിച്ച എനിക്ക് ഇഷ്ടമായ ചലഞ്ച് ഇഷ്ടമായ അണ്ണി അല്ല അമി എപ്പടി ഇരിക്കും ഇന്ന ചലഞ്ച് നല്ല ഇருக்கு പറയാനുള്ള ഡയലോഗുകൾ കണ്ടച്ചോളിട്ട് ഇവൾക്ക് ആൾക്കാരോട് പോയി പറയാനുള്ള നമസ്തേ ഇവള് ഏത് നിമിഷവും മലയാളം പറയാൻ പോവും ഓളിങ്ങനെ പറഞ്ഞോട്ടെ നമസ്തേ മേരാ അടിപൊളിയാവും. ഇവളാകെ കുടുങ്ങിക്കണ് കലോ കാലല്ല ചട്ടി. ഗൈസ് സംഭവം കൊള്ളാട്ടോ നമ്മൾ മുകളിൽ നിന്ന് കണ്ടപ്പോൾ വലിയ വ്യൂ ഒന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരു കുഴപ്പമില്ലാത്ത ഒരു വ്യൂ ഉണ്ട് മോള് സ്ഥലം എങ്ങനെയുണ്ട് നല്ല இருக்கு இந்த இடம் முன்னே பார்த்தது இல்லையா இல்ல முன்னே கண்டுட்டு சார் ഞാൻ എന്താ அப்படியா அப்படியா ஒரு வருஷத்துக்கு முன்னாடி நான் இங்க வந்து என் அப்பா என் அம்மா எல்லாரும் இருந்துச்சா அப்படியா മലയാളം പറയടി എന്താ എടാ അവളോട് മാക്സിമം സംസാരിക്കട്ടെ എന്നാലേ അവള് മലയാളം പറയുള്ളൂ இங்க இறங்கக்கூடாது സംഭവം രസമുണ്ടല്ലേ മോളോ ഒരു ദിവസം நான் உன்னோட இங்க கேரும்போது சொன்னேன் இந்த സ്വന്നോ இந்த பிளேஸ் அப்படியா அத എന്താ പറയുക എനിക്ക് മലയാളത്തിൽ സോറി അണ്ണാച്ചി அந்த எனக்கு ரொம்ப பிடிச்ச அந்த പ്ലാസ്റ്റിക്കിന്റെ പാമ്പുണ്ട് ഇത് മോളുവിന് ചെറിയൊരു പണിയെടുക്കാൻ പോവാണ് കാണാം ഇത് മോളോ ആ മൈക്കാന്റെ ദിമ്മല്ലേ മീനുണ്ടാവോ മലയാളം ஆ குழந்தை எங்க இங்க அங்கே தமிழ் பேசுங்க எனக்கு எல்லாம் தெரியும் அங்க நோக்கா ഞാൻ ടൈം ലാപ്സ് വെച്ചതാണെന്ന് പറഞ്ഞിട്ട് മോളിന്റെ അടുത്തേക്ക് പോകാൻ പോവാണ് ഒരു കാര്യം പറയാം என்ன காரியம் ടൈം ലാപ്സ് ഓൺ ആക്കിക്കിട്ടാ இந்த நல்ல சூரியபிரகாசம் எனக்கு சைக்கிள் അങ്ങോട്ട് ഇങ്ങനെ ഇവിടെ തന്നെ നിക്കിട്ടാ ഇതിൽ എന്നാലേ ഇങ്ങനെ മൂവിങ് കിട്ടുള്ളൂ മൂവ്മെന്റ് കിട്ടുള്ളൂ ഇന്ന് മൈക്കൂരിക്കണ് அவன் சவுண்ட் கேட்கும் അത് കുഴപ്പമില്ല അത് കേൾക്കും உங்க போனு போட்டாரா എന്റെ ഫോട്ടോ കേട്ടോ உங்க തിരിഞ്ഞിക്കാൻ പറയും ஒரு நிமிஷம் இந்த குண்டையா
റബ്ബർ പാമ്പ് റബ്ബർ പാമ്പ് കാണിച്ചാ എന്തിനാ വെച്ചിട്ടുണ്ടാക്കി സാധനം കണ്ടിട്ടില്ലല്ലോ ഇത് സാധനം കണ്ടീന്നാ തമിഴ് പേസടി ഇല്ല പിന്നെ നീ എതുക്ക് ഒച്ച പൊട്ടത് എന്തോ എന്നെ എന്താ കട്ടി സാധനോ കാലുമോ വന്ന് അപ്പൊ എനിക്ക് നല്ല ഭയം. മലയാളം പറഞ്ഞോ എന്താ എന്തിനാ ഒച്ച ഉണ്ടാക്കിയത് പേസാൻ പറ്റോ? ഇപ്പൊ കുറച്ചു നേരത്തിന് അല്ലേ നല്ല കട്ടിയുള്ള സാധനം എന്തോന്നല്ലേ അടിച്ചോ ഞാൻ എന്തൊക്കെ അടിച്ചാ വിചാരിച്ച് എന്താണല്ലോ ആള് പേടിച്ചിരിക്കണ നീങ്ക ரொம்ப பயந்துட்டில்லையா പിന്നെ ആമാ ആമാ അതൊന്നും ചിലപ്പോ കുത്തുട്ടോ ഇപ്പൊ ഒരു 4 മണിയായി ഇപ്പോൾ നല്ല വെയിലുണ്ട് എല്ലാരും നല്ല ടയർഡ് ആയിക്കണ് ഇപ്പൊ ഒരു സ്ഥലത്ത് തന്നെ നിർത്തിയതാണ് ഇവിടെ കുറെ പൈൻ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒന്ന് ഇറങ്ങി ഫുഡ് വല്ലതും കഴിക്കണം എന്നിട്ട് ഇവിടെ ഒന്ന് ഇറങ്ങി നോക്കണം അതാണ് ഇപ്പോഴത്തെ പ്ലാന് എടാ എന്നാ അവിടെ കൊണ്ട് വെക്ക് അവിടെ പോയിരുന്ന് നിന്നോട് കുരങ്ങന്മാരെ ഒന്നും കൊണ്ടുപോട്ടാ അവിടെ വന്നിരുന്നോ അവിടെ ചെന്നിരുന്നോ വെയിലൊക്കെ അത്യാവശ്യം മാറി നല്ല തണുപ്പ് വന്നു തുടങ്ങുന്നുണ്ട് നല്ല ചൂട് ബ്രെഡ് ഓംലേറ്റ് കഴിക്കുമ്പോൾ നല്ല സുഖം കണ്ണൊക്കെ നിറയുന്നു അണ്ണാച്ചി എപ്പടി ഇருக்கு நல்லா இருக்கு അപ്പടിയാ വേറെ ഏതാവത് എനിക്ക് വേറെ എന്തെങ്കിലും വേണോ അന്നെ കൊണ്ട് ഞാൻ മലയാളം പറയിപ്പിക്കൂടി അവളെ കൊണ്ട് എന്താ പറയിപ്പിക്കണ്ടേ അതുണ്ടല്ലോ അവിടുത്തെ ആരോടെങ്കിലും ഇങ്ങോട്ട് നമസ്തേ അങ്ങനെ എന്തെങ്കിലും നമസ്തേ കാര്യമൊന്നുമല്ല ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് പകരം വിട്ടോളൂ ഒന്നുമല്ല ഇട്ടത് എന്താ പറയേണ്ടത് ഞാൻ இந்த இடம் அழகா இருக்கு அண்ணா ரொம்ப நன்றி നന്ദി മീൻസ് നന്ദി இந்த இடம் அழகா இருக்கு ரொம்ப நன்றி ആരോടെന്ന് പറയണ്ടി അത് പറഞ്ഞ ആരോടാണെന്ന് അല്ലെങ്കിൽ എന്റെ പേര് ഞങ്ങൾ ഊട്ടാം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ കിടക്കേണ്ടി വരും ഊട്ടിയില് കേരറ്റ് കച്ചവടം ചെയ്തിട്ട് അതിനുള്ള കോസ്റ്റ്യൂം കറക്റ്റ് ആണ് ഗൈസ് ബദാം മിൽക്ക് ഓർഡർ ചെയ്തു എങ്ങനെയുണ്ടാ രസമില്ലേ നോർമലി തണുത്ത ബദാം മിൽക്ക് ഞാൻ കുടിച്ചിട്ടുള്ളൂ ഇത് ചൂടുള്ളത് ആദ്യമായിട്ട് കുടിക്കാം നല്ല രസം കിട്ടാൻ പോകും നല്ല തണുപ്പായതുകൊണ്ട് അറ്റ്മോസ്ഫിയർ നല്ല തണുപ്പായതുകൊണ്ട് അണ്ടടമിയാ അമ്മിയ ചർച്ചിലുള്ള ആൾക്കാരതാ ഗൈസ് അങ്ങനെ മോളു നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗ് അവിടെ ഒരു കപ്പിൾസ് ഇരിക്കുന്നുണ്ട് പോവൂല മോനെ ഇരിക്കണമെന്നുണ്ട് അവരോട് ജസ്റ്റ് പോയി പറയാൻ പോവാണ് ഞാൻ പറയുക അങ്ങനെ இந்த இடம் ரொம்ப അഴകാ இருக்கு അണ്ണേ ரொம்ப നன்றി അല്ലെങ്കിൽ ரொம்ப രണ്ടോട്ടം പറഞ്ഞു ആരടാച്ച പറഞ്ഞാൽ മതി ഈ അവിടെ പോയിട്ട് ഇത് പറയണം ഈ മൈക്കിൽ ഇത് കേൾക്കണം അത്രേ ഉള്ളൂ അങ്ങനെ അത്രേ ഉള്ളൂ இந்த இடம் അഴകാ இருக்கு இந்த ഇട അഴകാ ഇருக்கு ரொம்ப നன்றി അപ്പൊ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള റിപ്ലൈ ആണെങ്കിൽ കൊടുക്കും എനിക്ക് തമിഴ് അറിയില്ലല്ലോ അത് എന്താ இந்த இடம் இந்த இடம் അഴകാ ഇருக்கு இந்த இடம் അഴകാ ഇருக்கு അല്ലെങ്കിൽ ചെറിയൊരു ചേഞ്ച് വരുത്തിക്കോ അല്ല ഇതന്നെ പറഞ്ഞാൽ മതി இந்த இடம் அழகா இருக்கு ரொம்ப நன்றி പോയി പറഞ്ഞാൽ இந்த இடம் அழகா இருக்கு അഴകാ ഇருக்கு അജി എന്താ പറഞ്ഞോ വായ തോന്നുന്നേ പോയിട്ട് അല്ലെങ്കിൽ ഇവിടെ മാങ്ങ അല്ലെങ്കിൽ ഇവിടെ കാറ്റ് കച്ചവടം ചെയ്യാ ഞാൻ എന്താ പറയാ இந்த இடம் എന്താ ചെയ്തോ இந்த இடம் அழகா இருக்கு ரொம்ப நன்றி അണ്ണേ ചെല്ലി ഞാൻ ചേച്ചിയോട് ആരോടെങ്കിലും പോയി അപ്പൊ അണ്ണക്ക് അണ്ണച്ചി ചെല്ലി ഞാൻ പോവില്ല ഞാൻ ചെല്ലി
ഇത് നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സ്കിപ്പ് ചെയ്യൂല. ഓപ്ഷൻ നോ സ്കിപ്പ്. വേണമെങ്കിൽ ഫാദിനെ അമ്മനെയും കൂടെ കൂടെ കൂട്ടിക്കോ. അതാ എവിടെ അതാ നിക്കണ്. இந்த இடம் ரொம்ப அழகா இருக்கு அண்ணே. അയാൾക്ക് കണ്ടാത്ത കേട്ടാ തന്നെ മനസ്സിലാക്കുന്ന എന്ത് അതിന് അയാളോട് നിനക്കുള്ള പണിഷ്മെന്റ് ആണ്. ചെല്ല് ചെല്ല് ചെല്ല്. വേണമെങ്കിൽ അവരെയും കൂട്ടിക്കോ. ചെല്ല്. ഓരോ കൂട്ടിന്റെ മുന്നിരുന്ന് ചിരിക്കും. ഓരോ കൂട്ടിക്കാണ് പോയിക്കോ. ചെല്ല് ചെല്ല്. ഓരോ ரொம்ப அழகா இருக்கு நன்றி. ഓരോ കുട്ടികൾ ചെല്ല്. എനക്ക് വായിൽ കിട്ടില്ല സത്യം പറയാ. എന്തേടാ അളകാർക്ക്. ഞാൻ പോയാണ്ട് പറയും പറഞ്ഞ എന്ത് വാങ്ങി തരും. ഓരോ കുട്ടിക്ക് എന്തോ ഒന്നും വാങ്ങി തരാനൊന്നുമില്ല. ഓരോ കുട്ടിക്കാണെങ്കിൽ ചെല്ലേ. മമ്മിയാ സാദിയാ ചെല്ല്. ഓന്റെ ഇന്റെ ഉപ്പേ അണ്ണി പറഞ്ഞു. അണ്ണി അണ്ണി പറഞ്ഞ പെണ്ണിനല്ലോ പറയാ അല്ലേ? അല്ലേ വേറെ എന്തെങ്കിലും ഇതാ പേരും കൂട്ടിക്കോ. നിങ്ങൾ ചെന്നോളി ഓളെ കൂടെ. അക്ക ചെല്ലി ചെല്ലി. ഓളെ കൂടെ ഒന്ന് ചെന്നെടുക്ക്. അല്ല ഒന്ന് കൂടെ ചെന്നെടുത്താ മതി. ഇന്റെ ഇടകം കടകത്തിലൊരു കടകം. ഇന്റെ ഇടം തന്നെയല്ലേ? ആ ഇന്ത ഇടം അളകാർക്ക്. അക്ക ഇന്ത ഇടം അഴകാർക്ക് ரொம்ப നன்றി. ഞാൻ ചെല്ലി. ഞാൻ ഫാദിയെ കൂട്ടിക്കാണെങ്കിൽ ചെല്ലി. ഫാദിയ ഞാനക്ക് കിട്ടണില്ല എന്നെങ്കിൽ ഫാദി അവിടെ നിന്ന് പറഞ്ഞുതരും. ചെല്ലി. അപ്പുറത്ത് കൊണ്ടേക്കൊക്കെ ചെല്ലടാ. നന്ദി പറഞ്ഞിട്ട് ഇങ്ങനെ ആക്കും. അവിടെ ഓരോ ഇൻസൾട്ട് ചെയ്യണ പോലെ. എന്ത് ഇൻസൾട്ട് ചെയ്യണോ? എന്നാ ഒറ്റക്ക് നിൽക്കണ ആളോട് പോയി പറയും. അല്ലെങ്കിൽ ആ ഹെൽമെറ്റ് പിടിച്ച് നോക്കണ റൈഡർ ചേച്ചിയതാ ആ പോണേ. അതിന് ഓക്ക് മലയാളം അറിയണ്ടാവില്ല. ഓള് വേറെ ചെല്ലി 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 ചെല്ലി. ഞാൻ ചെല്ലി. അതിന് തമിഴ് അറിയില്ല. എന്ത് ആണെങ്കിലും വേണ്ടില്ല. ചെല്ലി. വേൻ ചെല്ലി വേൻ ചെല്ലി വേൻ ചെല്ലി. ഓടി ചെല്ലി ചെല്ലടി. എക്സ്ക്യൂസ് മീ. இந்த இடம் இந்த இடம் அழகா இருக்கு. എടാ இந்த இடത്തിന് ബാക്കി എന്താ പറയാ? இந்த இடம் அழகா இருக்கு. இந்த இடம் ரொம்ப அழகா ഞാൻ ചെല്ലടി. இந்த இடம் ரொம்ப அழகா இருக்கு. நல்ல மண்ணியா அழகு அழகா இருக்கு. എനിക്ക് നല്ല പേടിയുണ്ട് ട്ടോ പറയാന്. ഫാദി കൂടെ ചെല്ലി. ചേച്ചിക്ക് തമിഴ് അറിയൂല. പാപ്പ അക്കാന്ന് വിളിച്ചാ മതിയാ? ആ മതി 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 മതി. അക്കാന്ന് വിളിച്ചാ മതി. ആടി അക്കാന്ന് വിളിച്ചാ മതി. அக்கா இந்த இடம் ரொம்ப அழகா இருக்கு. മലയാളം പറഞ്ഞാ മതി. അത് മലയാളിയാടാ. ഞാൻ പ്രതീക്ഷിച്ചാണിത്. ഇത് മലയാളിയാ. കണ്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് ഫാദിയുടെ പോയിട്ട് വീടല്ല. എന്നോട് ரொம்ப அழகா இருக்கு நன்றி അറിഞ്ഞിട്ട് പോയി വീട്. ரொம்ப അഴകാ ഇருக்கு. ഞാൻ ചോദിച്ചേ എടാ എന്താടാ പറയാൻ മറന്ന്. അപ്പൊ ரொம்ப അഴകാ ഇருக்கு നன்றി പറഞ്ഞിട്ട് ഒറ്റ വീകല്. പക്ഷെ ഇപ്പൊ ഒരു കോൺഫിഡൻസ് വന്നു. ഒന്ന് രണ്ടാൾക്കാരോടും കൂടി പറയണോ? ഇനി നമുക്ക് ഒരു മെയിലിനോട് കൂടെ പറഞ്ഞിട്ട് നിർത്തിയാലോ? നമ്മൾ ഫീമെയിലിനെ മാത്രമല്ല ടെസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു മെയിലും ആ കപ്പിൾസ് ഒരു നല്ല സെറ്റ് ആയിരിക്കും. ശരി ഫുൾ സപ്പോർട്ട്.
ഒരു മിനിറ്റ്. ഇന്ത ഉലകം இந்த உலக போய் அக்கா இந்த இலக அழகா இருக்கு இந்த இலக்கம் അതില്ല ഇപ്പം വീണത്. இந்த உலகம் இந்த இடம் அழகா இருக்கு. இந்த இடம் அழகா இருக்கு அண்ணே. அழகா നന്ദി, ரொம்ப നന്ദി. ആ ரொம்ப നന്ദി. അപ്പത് പറയാൻ കിട്ടില്ല. ആ ചെല്ലേ ആകെ പറയാൻ കിട്ടും. ഒരു മിനിറ്റ്. ഓരോരോ ഭാവി കാര്യം ചർച്ച ചെയ്യുന്നിടത്തേക്ക് നമുക്ക് എന്തിനാ റോഡ്? വേറെ ആരെങ്കിലും പറഞ്ഞു ആ ചെങ്ങായിനോട് പോയി പറയാം. ചെങ്ങായിനോട് വരണ എങ്ങാനോട് അല്ല ശരിയാവില്ല. ആ ചേച്ചിനോട് ഈ ഓറഞ്ച് റോസ് ഇട്ട അതിന് ചെക്കന്മാരെ സംസാരിക്കാൻ പിന്നെ ആറ് പല ഞാൻ വീട്ടാ നണ്ടൊക്കെ വേണം. പിന്നെ എന്റെ കൈ തണുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കോ വണ്ടിന്നാണെങ്കിൽ പോയിട്ടാണ് പറയാം. ഇടം ആ ഞാൻ ചോദിക്കാം. இந்த உலகம் இந்த இடம் ரொம்ப அழகா இருக்கு. നൊമ്പല്ലടപ്പെട്ട റൊമ്പ. ഞാൻ എനിക്കൊന്ന് പറഞ്ഞല്ലേ ഈ വിചാരിച്ചിട്ട്. അക്ക இந்த உலகம் അക്ക இந்த ഇടം ரொம்ப അഴകാ ഇருக்கு. അണ്ണി വേണോ? അത് എൻ്റെ ഇഷ്ടം. ശരിക്കും അണ്ണീന്റെ അർത്ഥം എന്താ? ചേച്ചി. ഉറപ്പാ? ആ ഉറപ്പല്ലേ? അക്കാന്ന് പറഞ്ഞാലും മതി. അക്ക ചേച്ചി മച്ചി അക്കാനെ കൊന്നമരാൽ മക്കാബ് വിട്ട് നബി പക്ക മദീന തണവായ്. ഞാൻ ചോദിക്കാം. ശരി കപ്പിള് സാരി ആ പെണ്ണിനോടാ അവര് പോയിട്ട് ചോദിക്കാം. ആര് പോയിട്ട്? ഇവര് ബാക്കിൽ അടുത്ത് പോയി പറഞ്ഞാൽ മതി. അതൊന്നും കാര്യം അത് അച്ചിങ്ങൾ കുടിക്കണ വെള്ളല്ലേ. അക്ക இந்த இடம் ரொம்ப அழகா இருக்கு. அழகா இருக்கு. ആ ഒരു ഇതും കൂടി. இந்த இடம் ரொம்ப அழகா. Which is your language? I speak in English. Okay. Sorry. മുതരേ അന്ന് ഞാൻ കൊല്ലോടാ. കരച്ചില് വരുന്നു. ഗൈസ് അങ്ങനെ മോളു വിജയകരമായി നമ്മൾ പറഞ്ഞ രണ്ടുപേരോട് ഓർക്ക് ഒരുമാതിരി അയച്ചിട്ടുണ്ടോ ഈ രണ്ട് ഇബിലീസോടൊപ്പം എങ്ങോട്ട് വരാൻ പറ്റില്ല. ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങാണ്. നല്ല തണുത്താണ് കേട്ടോ. ഭയങ്കര തണുപ്പായി തുടങ്ങി. അവിടുന്ന് തിരിച്ചിറങ്ങി. നമ്മൾ മിക്കവാറും ഇപ്പോൾ തിരിച്ചു പോവും. അത്യാവശ്യം സമയമായി. 5:45. ഷൂട്ടിംഗ് പോയിന്റിലാണ് ഞങ്ങളുള്ളത്. ഭയങ്കര തണുപ്പ് കേട്ടോ. നല്ല തണുപ്പുണ്ട്. നല്ല അടിപൊളി വ്യൂ കണ്ടോ. നല്ലൊരു പീസായിട്ടുള്ള ടൈമും പീസായിട്ടുള്ള സ്ഥലവും. യോ ബ്രോ ഹാപ്പി ബർത്ത്ഡേ. ശരിക്കും അല്ല വെറുതെ. അതാരതാന്നോ? അല്ല ഇവന്റെതാണ് ഞാൻ കൂടുതൽ. എന്താണ് ഇവിടുത്തെ അപ്പോ നമ്മളെ വന്ന ട്രിപ്പിനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം? നല്ല രസമുണ്ട്. തിന്നാനൊന്നും സാധനം കിട്ടിയിട്ടില്ല. കുറച്ചും കൂടി സ്ഥലങ്ങളെ പറ്റി ജീവിതത്തിലാണ് സ്ഥലം കണ്ടിട്ടില്ല. അത്രയും തണുപ്പും ഒക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ ഭൂമിയിലാണ് സ്വർഗം. ഇതൊക്കെ കണ്ടിട്ട് മരിച്ചാലും പ്രശ്നമില്ല. അമ്പിളിമാമനെ കണ്ടിട്ട് സാധനം കാണിച്ചിട്ടുണ്ടോ?
മതി മതി ഒള്ളൂ അണ്ണേ അണ്ണേ രണ്ട് എന്നാ വിട്ടാലോ മൂക്കൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് ഇവിടെ മൂക്കൊക്കെ അടഞ്ഞു പോയിട്ട് നാളെ സ്കൂൾക്കൊന്നും പോകാൻ പറ്റില്ല കേട്ടോ ഞാൻ ഒരു ദിവസം ഇവിടേക്ക് വരും ടെന്റ് അടിച്ചോ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ സെറ്റ് ആയിരുന്നു പോവാണ് രാത്രിയായി തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ് രണ്ടാൾക്കാരും നല്ല ഉറക്കം ഉറങ്ങിയിരിക്കണേ ഞാന് ഒന്ന് ഉറങ്ങാന്ന് വിചാരിച്ചായിരുന്നു അവൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ ഞാൻ വണ്ടി ഓടിക്കാമല്ലോ എന്ന് വിചാരിച്ചായിരുന്നു എനിക്കിപ്പോൾ ഇവരെ കിടന്നിട്ട് ഉറക്കാൻ കിട്ടുന്നില്ല രണ്ടെണ്ണന്മാരും എണീറ്റു വിശക്കുണ്ടോ ഫാദിയ ഇനിയിപ്പോ ഫുഡ് നമ്മളെപ്പോഴാണ് കഴിക്കാം നമ്മൾ വീട്ടിലെത്തിയിട്ട് വീട്ടില് നല്ല അടിപൊളി സാദാ ചോറും കറിയും ഉണ്ടാക്കിയിട്ട് നിങ്ങൾ രണ്ടാളും ഉറങ്ങിയപ്പോ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞു നല്ല സാദാ ചോറും മീൻ പൊരിച്ചതും നമ്മളവിടെ ചെന്നിട്ട് വീട്ടില് ചോറുണ്ട് അപ്പൊ അത് കഴിക്കാം നമ്മളൊരു 10 മണിയാകുമ്പോ വീട്ടിലെത്താം ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് കയറിയതാണ് കേട്ടോ എല്ലാരും നല്ല ടയർഡായി നല്ല ടയർഡായി ആദ്യം ഇവിടെ പൊരിഞ്ഞ വ്ളോഗ് എടുക്കലാണ് കേട്ടോ ഓന്റെ ചാനലിൽ വരും ഓന്റെ വ്ളോഗ് ഗൈസ് ഇപ്പോൾ സമയം 10:45 നമുക്ക് കേക്ക് ഷോപ്പൊന്നും ഓപ്പൺ ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മൾ നമ്മുടെ മോളുവിൻ്റെ ബർത്ത്ഡേ ഒരു പ്ലം കേക്കിലാണ് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ കട്ടിംഗ് പരിപാടിയിലേക്ക് കിടക്കാം ഓക്കെ കമോൺ എടാ പൊട്ടന്മാരെ പറയാ കാണിച്ച വാ കട്ട് ചെയ്യണ്ടേ ഇതൊന്ത് പോയി എന്താണ് മുറുകെ ഫസ്റ്റ് മെഴുകുതിരി ഊത് അങ്ങനല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം മനസ്സിലാലോചിച്ചിട്ട് കുറച്ചോനെ ഫാസിൽ അൽ ജഹീർ എന്നുള്ള ചാനൽ 100K സബ്സ്ക്രൈബേഴ്സ് ആവണേന്ന് പ്രാർത്ഥിക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ബോളു ഹാപ്പി ബർത്ത്ഡേ ടു യു ഗൈസ് അപ്പൊ നമുക്ക് ഫസ്റ്റ് മാമന് എടുക്കാം കാരണം ഓനാണ് ഇതൊക്കെ പ്ലാനിങ് ഇവർക്ക് ഉണ്ടാക്കും എനിക്ക് തന്നില്ല ഞങ്ങൾക്കൊക്കെ തന്നെ മുണങ്ങി വേണ്ട എന്താടി നല്ല തുടക്കമല്ലോ എന്നിട്ട് പറയൂ ഈ ബർത്ത്ഡേന്റെ ഒരു എക്സ്പീരിയൻസ് പറയൂ അടിപൊളി സൂപ്പർ അങ്ങനെ ഇങ്ങനത്തെ ഇപ്പൊ ബസ് കൊണ്ടേന്ന് തന്നെ പറയൂ ബർത്ത്ഡേന്റെ എക്സ്പീരിയൻസ് പറയൂ ഉള്ളതുപോലെ പറയണമെന്നല്ല സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര അടിപൊളിയായിട്ട് ബർത്ത്ഡേ ഒന്നും സെലിബ്രേറ്റ് ചെയ്തില്ല സെലിബ്രേറ്റ് ഒക്കെ ചെയ്യും കേക്ക് കട്ട് ചെയ്യും എന്തെങ്കിലും ഓർമ്മയില്ലാഞ്ഞിട്ടാ ഫസ്റ്റ് എല്ലാം അടിപൊളിയായിരുന്നു കേക്കൊക്കെ കട്ട് ചെയ്യും എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമ്മിപ്പം സാധിച്ചു തരും അങ്ങനെയൊക്കെയാണ് പക്ഷെ ഇത് ഞങ്ങളെ ലൈഫിൽ തന്നെ ഞങ്ങളെ ലൈഫിൽ ഞങ്ങളെല്ലാരും ഞങ്ങൾ ഒരുമിച്ച് ട്രിപ്പ് പോയിട്ടൊന്നുമില്ല ട്രിപ്പ് പോയിട്ടില്ല മീൻസ് ഞങ്ങള് ഇങ്ങനെ 5 പേര് ഒരുമിച്ച് വേറെ ആയിട്ട് ഒറ്റക്കായിട്ട് പോയിട്ടില്ല അതേപോലെ കസിൻസ് എന്ന് പറഞ്ഞ ട്രിപ്പ് ഒന്നും പോയി അപ്പൊ കസിൻ അല്ല അപ്പൊ മാമനാണ് പക്ഷെ എന്നാലും എനിക്ക് കസിൻസിനൊക്കെ ഒരു ഇതാണ് വൈബാണ് പിന്നെ ഇപ്പൊ എന്തായാലും അടിപൊളിയാണ് ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ ലൈഫില് കാരണം അത്രക്കും സ്പെഷ്യലാണ് 15ാമത്തെ ബർത്ത്ഡേ അപ്പൊ എന്തായാലും അൽഹംദുലില്ലാ ഞാൻ ഹാപ്പിയാണ് ഹാപ്പി അല്ലേ തെറ്റല്ലേ രണ്ട് പ്രാന്തന്മാർ അവിടെ നിന്നിട്ട് നട്ടപ്പാതിരക്ക് ബോൾ ഇട്ടാണ് കളിക്കുന്നത് വാ വേഗം വാ ഈ പ്ലം കേക്ക് കൂടി അപ്പൊ ഗൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പിടിക്കുക. ഓക്കെ ബൈ. എല്ലാവർക്കും ബൈ.